ഓക്കെ, നമുക്കിന്ന് പള്ളിയിൽ പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഗപ്പൂരിൽ നമ്മൾ എങ്ങനെയാണ് പള്ളിയിലേക്ക് പോകുന്നത് അതാണ് നോക്കുന്നത്. ഞാനെൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ MRT കാർഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ബസ്സിലായാലും ട്രെയിനിലായാലും ട്രാവൽ ചെയ്യാൻ. സോ ഞാനിങ്ങനെ പോവാണ്. ഇടയ്ക്കിങ്ങനെ നമ്മുടെ മുഖമൊക്കെ കാണിക്കണ്ടേ, അപ്പം അങ്ങനെ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ കാണിക്കുന്നു ഫുൾ. അപ്പം തന്നെ ടൈം 7:30 കഴിഞ്ഞു. അപ്പോഴേ നല്ല വെയിലായിരുന്നു. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. കുറേ ബസ് വന്നു പോയി. പക്ഷേ ഈ ബസ്സിലൊന്നുമല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ പോകേണ്ട ബസ് നമ്പർ വന്നിട്ട് 176 ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് എവിടെയാണ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടതെന്ന് നോക്കി. പിന്നെ കുറച്ച് നേരം അവിടെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ബസ് വരുമോ നോക്കി. കുറേ വണ്ടികളൊക്കെ പോകണ്ടായിരുന്നു. അപ്പുറത്ത് നോക്കിയപ്പോൾ ട്രെയിൻ കുച്ചാന്ന് പോകണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ബസ് വന്നു. ഞാൻ ബസ് കയറിയത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു ബസ് കയറുന്നത്. ഞങ്ങളങ്ങനെ ബസ് കയറി അങ്ങനെ പോയി. ഇതെൻ്റെ വീടിൻ്റെ വഴിയാണ്. അപ്പം ഞാനത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഒന്ന് കാണിച്ചെന്ന് അങ്ങനെ പോയി ഞാൻ എന്ത് ചെയ്തു അറിയോ, മുമ്പിലത്തെ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പ്. പക്ഷെ ഞാൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല. അതിന് പേര് മുമ്പിൽ തന്നെ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ നടക്കണം. അപ്പം ഞാൻ അങ്ങനെ നടക്കുകയാണ്. ഇവിടെ പിന്നെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. നമ്മുടെ നാട് പോലെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. സിഗ്നൽ വെച്ചിട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്. അങ്ങനെ നടന്നു വരുമ്പോൾ അടുത്തു കൂടെ ഒരു കനാൽ പോകുന്നുണ്ട്. അത് നല്ല മഴയൊക്കെ ആകുമ്പോൾ നല്ല വെള്ളമായിരിക്കും. പിന്നെ ഇങ്ങനെ സീബ്ര ക്രോസിങ് ഇട്ട ലൈനിൽ നമുക്ക് വെയിറ്റ് ഒന്നും ചെയ്യണ്ട, നമുക്ക് ക്രോസ് ചെയ്യാം. അതേ സമയത്ത് സിഗ്നലുള്ള റോഡാണെങ്കിൽ നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഞങ്ങളങ്ങനെ വന്നപ്പോൾ തന്നെ സിഗ്നൽ വീണിട്ടുണ്ടായിരുന്നു, വാക്കിംഗ് സൈൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്രോസ് ചെയ്തു. വീണ്ടും നമ്മളിങ്ങനെ പള്ളിയിലേക്ക് നടക്കാൻ തുടങ്ങി. ഒരു 7 minutes നടക്കേണ്ടത്. പക്ഷെ ഞാൻ മുമ്പേ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വലിയ ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ വഴിയെത്തി. കുറേ നടന്നങ്ങനെ നമ്മൾ മേലെ കയറി. പള്ളിക്ക് കുറേ എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ചുറ്റി വളഞ്ഞ് ഇവരൊക്കെ വണ്ടിയുള്ളവരൊക്കെ ആ എൻട്രൻസ് കൂടുതലും പ്രിഫർ ചെയ്യുക. ഞാൻ അടുത്തുള്ളത് തന്നെ. അപ്പോൾ അതാണ് പള്ളീൻ്റെ ഉള്ളിൽ. പൊതുവേ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ ഈശോയിനെ കുരിശിലല്ലേ, ഇവിടെ ഇങ്ങനെ ഈശോയിനെ റാപ്പ് ചെയ്ത് അങ്ങനെ എന്തോ ഒരു സംഭവത്തിലാണ് ഈശോയിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. കേട്ടോ ഈ കുറുമ്പ് പിള്ളേരൊക്കെ. പിന്നെ അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞു. ഇതാണ് പള്ളീൻ്റെ പുറം. പുറത്തൊരു കുറച്ച് ലേക്ക് ഉണ്ട്, ഒരു കുഞ്ഞ് പോണ്ട് പോലത്തെ ഒരു സംഭവം. അതിൻ്റെ നടുക്കാണ് നമ്മുടെ ഓരോരോ ടൈമിലും ഇപ്പം ഇന്ന് കുരിശായിരുന്നു, ബിക്കോസ് ഈസ്റ്ററിൻ്റെ ഇതായത് കൊണ്ടാണ്. പിന്നെ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നോക്കുമ്പോൾ നിൽക്കണം നമ്മുടെ സാധനം. ഞാനതിനെ കണ്ടപ്പോൾ ഒറ്റ ഒരു ഓട്ടം കൊടുത്തു. നിങ്ങൾക്കൊന്ന് കാണിച്ചില്ല. നമ്മുടെ ഇവിടെ പാമ്പൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല, പക്ഷേ ഈ മോൺസ്റ്റർ ലിസാർഡിനെ കൂടുതലും റോഡ് സൈഡ് കാണാം. അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് റോഡിലേക്ക് എത്തി. തിരിച്ചും നമ്മൾ വണ്ടി ഇറങ്ങിയ ഞാൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് കാണിച്ചില്ലായിരുന്നു, എവിടെയാണ് ഇറങ്ങണ്ടേന്ന്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ബസ് സ്റ്റോപ്പ് അടുത്ത് നമ്മൾ പോകാനുള്ളത്. അപ്പം നമ്മളങ്ങനെ ബസ് കയറാൻ വേണ്ടി പോയി. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ബസ് കയറാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. സെയിം നേരത്തെ വന്ന 176 ബസ് തന്നെയാണ് പോകേണ്ടത്. അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബസ് വന്നു. ഇനിയിപ്പം ഇനി ബസ് ഇറങ്ങാൻ പോവാണ് ഞാൻ വേണം ടാപ്പ് ചെയ്യാൻ. അപ്പോൾ അവിടെ കാണിക്കും എത്ര ഉണ്ട്, എത്ര ടാപ്പ് ചെയ്തു, അങ്ങനെ എത്ര ബാലൻസ് ഉണ്ടെന്നൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലത്ത് മുമ്പിലൊരു ബസ് നിൽക്കുന്നതുകൊണ്ടാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഇപ്പോൾ കുറച്ച് താമസമായത്. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തി. നമ്മളങ്ങനെ വീടെത്താൻ പോവാണ്. ഇങ്ങനെ കുറച്ച് നടക്കാൻ കൂടെ ഉണ്ട്. നടന്നിട്ട് റോഡ് ക്രോസ് ചെയ്യണം. ഞാൻ കണ്ടില്ല നേരത്തെ നിങ്ങൾക്ക് പോകുമ്പോൾ ആ പള്ളി കാണിച്ചു തന്നില്ലേ, ആ പള്ളിയാണത്. ആ പള്ളീൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് വീട്. വീണ്ടും ഞാൻ നടക്കണം കുറച്ച്, ഒന്ന് റോഡ് ക്രോസ് ചെയ്യണം. ഞാൻ റോഡൊക്കെ ക്രോസ് ചെയ്ത് വീടെത്തി. വീടാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് ക്രോസ് ചെയ്യണം. സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ചാടി ക്ഷീണിച്ചു. അങ്ങനെ നമ്മുടെ വീടൊക്കെ എത്തി. വീടിൻ്റെ മുമ്പിൽ കുറച്ചൊക്കെ ചെടിയുണ്ട് കേട്ടോ, ഹൗസ് ഓണറിൻ്റെ എൻ്റെ അല്ല.